ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇന്ന് വെക്കാൻ പോണെന്ന് വെച്ചാൽ ബീഫ് റോസ്റ്റ് എങ്ങനെ വെക്കാന്നുള്ളത് നോക്കാം. കമോ കഴുകി ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി വേഗം വയ്ക്കണം. അപ്പോൾ മസാല ഇടാം. എന്തൊക്കെ മസാല ഇടാമെന്ന് നോക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടണം. ആവശ്യത്തിന് എരിവ് അനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടണം. പിന്നെ ഗരം മസാല, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അത്ര തന്നെ ഗൈസ്. പിന്നെ ഇത് ബീഫിനെ വേഗം വയ്ക്കാം സ്റ്റൗവിൽ. അല്ല തക്കാളി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ട് ഓനിയൻ ഇടാം. കുറച്ച് ശകലം എല്ലാം ഇടരുത്. കട്ട് ചെയ്ത് വെച്ചിട്ട് ഓനിയൻ ഇടാം. ശകലം അതിലിടാം. പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ആവശ്യപ്പെടും. ഇത്ര ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വയ്ക്കാം, സ്റ്റൗവിൽ വയ്ക്കാം. നല്ല മിക്സ് ചെയ്യണം ഗൈസ്. മസാലയൊക്കെ നല്ല മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമില്ല. പിന്നെ കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ ശകലം വെള്ളം നമുക്ക് അതിൽ ഒഴിക്കണം. ശകലം വെള്ളം ഒഴിക്കാം. ഒരു ടൊമാറ്റോ വേണം. 2 വലിയ ഉള്ളി ആവശ്യം. ഇപ്പോൾ ഗൈസ് നമ്മുടെ ബീഫിനെ വേഗം വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് നല്ല വെന്തിട്ടുണ്ട്. നല്ല മണമാണ് ഗൈസ്. ഇപ്പോഴേ കഴിക്കാവുന്നതാണ്, അത്രയ്ക്ക് മണമാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, ഇത് മൂന്ന് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എങ്ങനെ റോസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ പാൻ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തെന്തെന്ന് വെച്ചാൽ എണ്ണ ചൂടായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ജീരകം ഇടാം. ചെറിയ ജീരകം, ശകലം, പിന്നെ വലിയ ജീരകം ഇടാം ശകലം. കുറച്ച് ശകലം ഇട്ടിട്ട് ജിഞ്ചർ ഇടാം. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇടാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇടാം. ഒരു 2 സെക്കൻഡ് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇടാം. നമ്മൾ ഫസ്റ്റ് ഇട്ട ഇഞ്ചിയിൽ വെളുത്തുള്ളി പച്ച മണം എല്ലാം പോയിട്ടുണ്ട്. സോ ചെറിയ ഉള്ളി ഇടാം കട്ട് ചെയ്ത് വെച്ചിരുന്നതിന്. ഓനിയൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്ന ബീഫിനെടുത്ത് ഇതിലിടാം. ബീഫ് വേഗത്തിനടുത്ത് ഇതിൽ ഇട്ടാം. അതിലുള്ള വെള്ളം തന്നെ ഒഴിക്കുന്നത്, എക്സ്ട്രാ വേറെ ഒന്നും ഒഴിക്കുന്നില്ല. എല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് കൊടുക്കാം. ബീഫ് ചുക്ക റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരിക്കണം. നല്ല തിക്കായിട്ട്, നല്ല ബീഫെല്ലാം നല്ല വെന്തിട്ട് സൂപ്പറായിരിക്കണം ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട്